ഈ ഒരു മെൻസ്ട്രൽ സൈക്കിളിന്റെ മുമ്പായിട്ട് ഭയങ്കരമായ പ്രയാസങ്ങൾ ഉണ്ടാവും. ആ ഒരു സംഭവം ആ മെൻസസ് തുടങ്ങി ഉടനെ കുറയും. അതാണ് പ്രീ മെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡർ എന്ന് പറയുന്നത്. അതുപോലെ ഇന്റൻസീവായി വരികയാണെങ്കിൽ നമ്മളൊരു അസുഖമായി കാണും, അത് ചികിത്സിക്കണം. നിർബന്ധമായിട്ട് നിങ്ങൾ സൈക്കാട്രിസ്റ്റിനെ കാണണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? അവരെ ഒരു എമ്പതറ്റിക് ആയിട്ട് അവരെ കാലിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരാളുകൾ ഒരു പക്ഷേ സൈക്കാട്രിസ്റ്റ് മാത്രമായിരിക്കും. ഇന്നത്തെ സാധാരണ സ്ത്രീകൾക്ക് എല്ലാവർക്കും ഇപ്പൊ ഇത് ഉണ്ടാവില്ല, ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും. ഒരു പൊതുവായിട്ട് അവര് എന്താണ് അതിന് ഒരു സൊല്യൂഷൻ സ്വീകരിക്കുന്നത്? അവരെന്താ ചെയ്യാറുള്ള സാധാരണഗതിയിൽ? നമ്മൾ മനസ്സിലാക്കുക എല്ലാവർക്കും സൈക്കാട്രിസ്റ്റിനെ കാണാനൊന്നും വരില്ലല്ലോ. പക്ഷെ ചില ആളുകൾ ആരും കാണുന്നില്ല, പക്ഷെ അതിന്റെ പല ഇത് അവരുടെ വീടുകൾ ഉണ്ടാവുന്നുണ്ട്. പിന്നെ പ്രശ്നങ്ങൾ പ്രീമെൻസ്ട്രൽ സിംറ്റം ഉള്ള ഒരാളുടെ ഭർത്താവും കുറച്ച് ദേഷ്യമുള്ള ആളാണെങ്കിൽ എല്ലാ മാസവും അവിടെ 1-2 ദിവസം അടി നടക്കുന്നുണ്ടാവും. നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മളെപ്പോഴും പുരുഷന്മാർ മാത്രമാണ് ദേഷ്യക്കാര്, പുരുഷന്മാർ മാത്രമാണ് വയലന്റ് ആവുന്ന പലപ്പോഴും കാണാം. സ്ത്രീകൾ ഇത് ചികിത്സിച്ചില്ല കുട്ടികളും. ഭർത്താവ് അതിന് വാലിഡേറ്റ് ചെയ്യുന്നില്ല, അവൾ കേൾക്കുന്നില്ല. ഈ പ്രശ്നങ്ങൾ കൂടി സ്വാഭാവികമായിട്ട് അവരുടെ വീടുകൾ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. അപ്പൊ പ്രീമെൻസ്ട്രൽ സിംറ്റം, മൂഡ് സ്വിങ്സ് എന്തായിക്കോട്ടെ നിർബന്ധമായിട്ടും ഒരു സൈക്കാട്രിസ്റ്റിനെ കാണണം.